ബാലറ്റ് പേപ്പർ തിരിച്ചു വരുന്നു. കർണാടകയിലെ ഗ്രേറ്റർ ബാംഗ്ലൂരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കർണാടക സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തന്ത്രപരമായ ഒരു നീക്കമാണ് EVM ഉപേക്ഷിച്ച് ബാലറ്റിലേക്ക് തിരിച്ചു വന്ന് തിരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നത്. ഇത് രാജ്യത്തുടനീളം ഇലക്ഷൻ തട്ടിപ്പിലൂടെ അധികാരത്തിൽ കയറിയ BJPയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നീക്കമാണ്. തെരഞ്ഞെടുപ്പിൽ ഇരയിട്ട് കെണിയൊരുക്കി കാത്തിരിക്കുന്ന BJPയുടെ നിലതെറ്റിക്കുന്ന തീരുമാനമാണ് ഇത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ബാലറ്റ് പേപ്പറുകളാണ് ഉപയോഗിക്കുക എന്നും കർണാടക സർക്കാർ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്താൻ രണ്ട് മികച്ച രീതികളുണ്ട്. അതിലൊന്ന് തുടക്കം മുതൽ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചു വരുന്നു എന്നതാണ്. എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ചും BJP അധികാരത്തിലേറിയതിന് പിന്നാലെ EVMകളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ സമ്പ്രദായം സംശയമുനയിൽ നിർത്തി ആശങ്കകൾ രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുന്നത് നിയമമോ സുപ്രീം കോടതിയോ വിലക്കിയിട്ടില്ലെന്നും കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഭാവിയിൽ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത്, നഗര, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരം ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. EVMകളോടുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസവും വിശ്വാസ്യതയും ചോർന്നു പോകുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ തീരുമാനം. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ GBA നിയമത്തിൽ ഒരു പ്രത്യേക വ്യവസ്ഥയുണ്ട്. ഒരു നിയമമുള്ളപ്പോൾ നമുക്കെന്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൂടാ? സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ സജ്ജരാണെന്നും ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ലെന്നും കരുതുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ക്യാമറകളും CCTV ക്യാമറകളും സ്ഥാപിക്കുമെന്നും കള്ളവോട്ട് സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിന് പോലീസ് സേനയെ ഉപയോഗിച്ച് മതിയായ സുരക്ഷ ഉറപ്പാക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു. BBMPയുടെ കീഴിൽ നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ബോഡിയുടെ കാലാവധി 2020 സെപ്റ്റംബർ 10 അവസാനിച്ചിരുന്നു. അതിനുശേഷം സർക്കാർ നിയമിച്ച അഡ്മിനിസ്ട്രേറ്ററാണ് അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്തിയിരുന്നത്. 2025 സെപ്റ്റംബറിൽ ബാംഗ്ലൂരുവിലെ ഗ്രേറ്റ് ബാംഗ്ലൂരു അതോറിറ്റിയുടെ കീഴിൽ സെൻട്രൽ, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എന്നീ 5 പുതിയ മുനിസിപ്പൽ കോർപ്പറേഷനുകളായി വിഭജിച്ചു. GBAയ്ക്ക് കീഴിലുള്ള 5 കോർപ്പറേഷനുകളിലെ വാർഡ് തിരിച്ചുള്ള കരട് വോട്ടർ പട്ടികയിൽ ആകെ 88,91,411 വോട്ടർമാരുണ്ട്. വിവിധ രീതിയിലുള്ള വോട്ട് കൊള്ള രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ ആകമാനം തകർത്ത് കളഞ്ഞു. SIR വഴിയും EVM വഴിയും വോട്ടർ പട്ടിക വഴിയുമൊക്കെ തന്നെ BJP ഈ പ്രക്രിയയെ നശിപ്പിച്ച് ജനാധിപത്യം തകർത്ത് കളഞ്ഞു. വോട്ടർ പട്ടികയിൽ നിന്നും തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെ വെട്ടിമാറ്റിയും അനുകൂലിക്കുന്നവരെ തിരികെ കയറ്റിയും വോട്ട് ചോരി നടത്തിയതിൻ്റെ പ്രകടമായ വലിയ തെളിവുകൾ രാഹുൽ ഗാന്ധി 3 പത്രസമ്മേളനങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു. അടുത്തത് ഒരു വലിയ ഹൈഡ്രജൻ ബോംബാണ് മോദിക്കെതിരെ തയ്യാറാകുന്നത് എന്ന തരത്തിൽ രാഹുൽ ഗാന്ധി അതിൻ്റെ അന്വേഷണങ്ങളിൽ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. മോദിയുടെ 12 വർഷത്തിലേക്ക് കടക്കുന്ന ഭരണ കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ രാജ്യതലവൻ എന്നതിൽ മോദി തികഞ്ഞ പരാജിതൻ എന്നാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നടങ്കം പറയുന്നത്. മോദിക്ക് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്ന അഴിമതിയുടെ കാളക്കൂറ്റന്മാരെ കയറഴിച്ചു വിട്ട് ഒരു നിയന്ത്രണവുമില്ലാതെ സാമ്പത്തിക അഴിമതികളും സ്വജനപക്ഷപാതവും രാജ്യതന്ത്ര പരാജയവുമൊക്കെ രാജ്യത്തെ നോക്കി പല്ലിളിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. മോദി രാജ്യത്തെ സംസ്ഥാനമൊട്ടാകെ പിടിച്ചെടുക്കാനുള്ള മോദി തന്ത്രവുമായി ഇറങ്ങുന്നത് ഉടൻ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങൾ ലക്ഷ്യം വെച്ചാണ്. മോദിയുടെ ഇപ്പോഴത്തെ ഈ നീക്കം അതിൻ്റെ കുടില തന്ത്രങ്ങളുമായാണ് ഇന്ന് കേരളത്തിൽ മോദി എത്തിയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഒരുതരം അന്തർധാര രൂപം പൂട്ടതിൻ്റെ ചില സ്പാർക്കുകൾ മുന്നേ തന്നെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ്. കേന്ദ്രത്തിൽ BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നതും കേരളത്തിൽ CPMൻ്റെ കോൺഗ്രസ് മുക്ത കേരളം എന്നതും കൂട്ടി വായിക്കുമ്പോൾ ഏകദേശം എല്ലാം വ്യക്തമായി കഴിഞ്ഞു. അതായത് പൊതുശത്രുവായി CPM, BJP എന്ന CJP കോൺഗ്രസിനെ പ്രഖ്യാപിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ രാഷ്ട്രീയപരമായി പൊതുമധ്യത്തിൽ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് അന്തർധാര ശക്തമാക്കുകയാണ് CJP ബാന്ധവം. അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം EVM രാജ്യത്ത് ക്രമേണ മാറ്റി
ബാലറ്റ് പേപ്പറിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യമാണ്. മോദിയോ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറോ ഇതിന് രാജ്യവ്യാപകമായി അംഗീകാരം നൽകില്ല എന്നത് വാസ്തവമായി നിലനിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിലവിലെ ചട്ടത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ആർജവത്തോടെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകൾ ബാലറ്റിൽ നടത്താൻ മുന്നിട്ടിറങ്ങുന്നത്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി ശക്തിയുക്തം ബാലറ്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അവിടെ പരാജയം BJP കണ്ടതിന് ശേഷം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ഈ തീരുമാനം നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. ഇങ്ങനെ ഒരു നീക്കം BJP പ്രതീക്ഷിച്ചതേയല്ല. അതുകൊണ്ട് തന്നെ BJP കടുത്ത എതിർപ്പുകളുമായി അവിടെ രംഗത്ത് വന്നു കഴിഞ്ഞു. സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന ബാംഗ്ലൂർ നഗരത്തെ പിന്നാക്കം വലിക്കുന്ന ഈ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് BJPയുടെ വാദം. വോട്ടെണ്ണലിന് കാലതാമസം ഉണ്ടാകുമെന്നും കൃത്രിമത്വത്തിന് സാധ്യത വർദ്ധിക്കുന്നുമെന്നാണ് BJP ഉയർത്തുന്ന കാരണം. പക്ഷേ BJPയുടെ വാദമല്ല ശരിയെന്നും വിശ്വാസപൂർവമായും കൃത്രിമത്വം ഇല്ലാതെയും സുതാര്യമായി തിരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമ ബംഗാളിലെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കർണാടക ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് കർണാടക സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ തീരുമാനമാണ്. അതിന് നിലവിലെ ചട്ടത്തിനകത്ത് നിന്നുകൊണ്ട് കർണാടക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ GS അംഗരക്ഷി അംഗീകാരം നൽകി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. EVM വിഷയത്തിൽ വർഷങ്ങളായി നിലനിന്ന ആശങ്കകൾക്ക് ഭരണപരമായ മറുപടി കൂടിയാണ് ഈ പ്രഖ്യാപനം. ഇതോടെ EVM ചോദ്യം ചെയ്യരുത് എന്ന BJPയുടെ നയത്തെ തുറന്ന് വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമാണ് കർണാടക നൽകുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ പൂർണ്ണമായ വിശ്വാസം ഉറപ്പിക്കുന്നതിന് ബാലറ്റ് പേപ്പറാണ് വിശ്വസനീയം എന്നതാണ് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ ജ്ഞാനേഷ് കുമാറിനും അടക്കമുള്ളവർക്ക് കൂടിയുള്ള ഒരു സന്ദേശമാണ് ഈ തീരുമാനം. EVMകൾ കേന്ദ്ര സർക്കാർ BJP നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായി മാറിയെന്ന ആരോപണം ശക്തമായ സാഹചര്യത്തിൽ ഈ മാറ്റം അതീവ ഗൗരവമായ തീരുമാനമാണെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത്. ഇക്കാലം അത്രയും EVM ഒഴിവാക്കണമെന്ന ശക്തമായ ആവശ്യത്തിന് പൂർണ്ണമായ നിസ്സംഗത പുലർത്തുകയാണ് ജ്ഞാനേഷ് കുമാർ. അത് മോദിക്ക് അടിമ വെച്ചതിൻ്റെ മൗനമാണ് എന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത്. ഈ തീരുമാനം രാജ്യത്ത് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് BJPക്ക് കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് എതിർപ്പിൻ്റെ ശബ്ദമായി BJP രംഗത്ത് വരുന്നത്. അണുവിട വ്യതിചലിക്കാതെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ തീരുമാനമെടുക്കുമ്പോൾ തൃശങ്കുവിൽ നിന്ന് നട്ടം തിരിയുന്ന മോദിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കാണാൻ നമുക്ക്. കോൺഗ്രസ് കാലങ്ങളായി ഉയർത്തിയ ബാലറ്റ് പേപ്പർ തിരഞ്ഞെടുപ്പ് വാദം പടിപ്പടിയായി രാജ്യത്ത് തിരിച്ചു വരുമ്പോൾ BJP ഉയർത്തിക്കൊണ്ടുവന്ന പിടിച്ചടക്കൽ നയം ഛിന്ന ഭിന്നമാകുന്ന കാഴ്ചയാണ്. കോൺഗ്രസിൻ്റെ ഈ മുന്നേറ്റം ഇപ്പോൾ ജനം ഏറ്റെടുത്തു കഴിഞ്ഞു. രാജ്യത്ത് BJP തകർത്ത ജനാധിപത്യ പ്രക്രിയ അത് അതിൻ്റെ സത്യസന്ധതയിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. രാജ്യം ബാലറ്റ് പേപ്പറിലൂടെ ഒരു യഥാർത്ഥ ജനാധിപത്യം പുനഃസ്ഥാപിക്കും. അതിന് ഏറ്റവും ശക്തമായ ചങ്കുറപ്പോടെ തന്നെ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. മോദിയും സംഘവും രാജ്യത്ത് നടപ്പിലാക്കിയ വോട്ട് കൊള്ളയും SIRഉം വോട്ടർ പട്ടിക ക്രമക്കേടും അടക്കമുള്ള അതീവ ഗൗരവപൂർവമായ അഴിമതികളിൽ മുങ്ങിക്കുളിച്ച് അഭിരമിക്കുമ്പോൾ സുപ്രീം കോടതി അതിന് തടയിടാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിൽ ആദ്യം ജ്ഞാനേഷ് കുമാറും തുടർന്ന് മോദിയും രാജ്യത്തോട് ഉത്തരം പറയേണ്ട അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഹരിയാനയിലും ബീഹാറിലും അടക്കം നടന്ന തിരഞ്ഞെടുപ്പുകൾ പോലും ഇപ്പോൾ ചോദ്യമുനയിൽ നിൽക്കുകയാണ്. ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും എത്തിപ്പെട്ട ഹർജികൾ പരിഗണിക്കപ്പെടുകയും കൃത്യമായ തെളിവെടുപ്പുകളും നടന്ന് സത്യം കോടതിക്ക് ബോധ്യമായാൽ BJP NDA കൊട്ടിഘോഷിച്ച തിരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കപ്പെടുന്ന അവസ്ഥയും അങ്ങനെ സംഭവിച്ചാൽ അത് രാജ്യത്ത് BJPയുടെ പരാജയം പൂർണ്ണമാവുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. അത് യഥാർത്ഥ ഇന്ത്യയുടെ തിരിച്ചുവരവാകും. രാജ്യം കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന മതേതരത്വ ഇന്ത്യയുടെ പുനർജീവനം സാധ്യമാക്കും. മതേതരത്വവും ബഹുസ്വരതയും അഖണ്ഡ ഭാരതവും രാജ്യത്തിൻ്റെ മർമ്മമായും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഇവിടെ പുനഃസ്ഥാപിക്കുകയും ചെയ്യും. പ്രതീക്ഷയോടെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ജനത്തിൻ്റെ സ്വപ്നം ഇതോടെ യാഥാർത്ഥ്യമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.